ദേവപർവ മൂവീസിന്റെ ബാനറിൽ ക്യാപ്റ്റൻ വിജയ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആക്രി കല്യാണം. ഹരീഷ് ബാലുശ്ശേരി ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം നിർവഹിച്ചിരിക്കുന്നത് ഭാഗ്യേഷ് ഭാസ്കറും അനൂപ് ചന്ദ്രൻ കൊയിലാണ്ടിയും ചേർന്നാണ്. വേഗം വിട്, വിമാനല്ലത്. ആ യാത്ര മുരുകന്റെ ചീക്കുട്ടിന്റെ അവസാനത്തെ യാത്രയായിട്ടു. അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സംസാരിച്ചിരിക്കാതെ ഈ സാധനങ്ങൾ എടുത്ത് പെട്ടെന്ന് അവിടെ കൊണ്ടുവെക്ക്. എല്ലാറ്റിനും എൻ്റെ ഒത്താശുണ്ട് നിനക്കറിയാം. ഗാനരചന ജലജ പ്രസാദും എഡിറ്റിംഗ് എസ് ലാൽ, BGM സാജൻ കെ റാം, പ്രൊഡക്ഷൻ കൺട്രോളർ നിജിൻ ദിവാകർ, അസോസിയേറ്റ് ഉണ്ണികൃഷ്ണൻ വി, ആർട്ട് ജോഷി കണ്ണഞ്ചേരി, മേക്കപ്പ് അബ്ദുൾ കൂടല്ലൂർ, സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സലാം വീരോളിയുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും ആക്രി കച്ചവടം ചെയ്യാൻ വേണ്ടി കേരളത്തിലെത്തിയ കുടുംബം. ആക്രി കച്ചവടക്കാരനായതുകൊണ്ട് പെണ്ണ് കിട്ടാതെ സുഹൃത്തുക്കൾ വഴിയും ബന്ധുക്കൾ വഴിയും കല്യാണ അന്വേഷണം നടത്തുന്നതൊന്നും ശരിയാകാതെ വരികയും തന്റെ ഉറ്റ സുഹൃത്തിന്റെ പ്രേമബന്ധത്തിൽ സഹായിക്കാനെത്തുന്ന നായകന് സുഹൃത്തിന്റെ കാമുകിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം വരികയും ചെയ്യുന്ന വളരെ രസകരമായ കോമഡി ട്വിസ്റ്റുകൾ നൽകുന്ന സിനിമയാണ് ആക്രി കല്യാണം. കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലുമായി ചിത്രീകരണം പൂർത്തിയാക്കി സെപ്റ്റംബർ 20 തിയേറ്ററുകളിൽ എത്തുന്നു. ഇപ്പോൾ എനിക്ക് എന്താണ് വെച്ചാൽ ഈ സിനിമയുടെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ വന്ന് എന്താണ് ഏതാണ് വെച്ച് ഞാൻ പറയുന്നതിന് പകരം എനിക്ക് ക്യാപ്റ്റൻ സാറാണ് പറയുന്നത്. സാർ പറയൂ സാർ, ഈ സിനിമയിൽ എന്നെ എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ എന്നെ നിങ്ങൾ ഇതിന് കൊണ്ടുവന്നത്? ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ തമിഴ് കുടുംബ പശ്ചാത്തലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ അത്രയും നമ്മൾ കെയറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നതും. കാരണം എനിക്കൊരു ഹാഫ് മലയാളി അല്ലെങ്കിൽ ഹാഫ് തമിഴൻ എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം ആ സ്റ്റോറിയുടെ ഇതങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ സെലക്ട് ചെയ്തത്. ഞാൻ ഈ സിനിമയിൽ ആക്ച്വലി യാദൃശ്ചികമായിട്ട് ഞാൻ വന്നു വിട്ടതാണ്. ഞാൻ ഒരു കഥ കേൾക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ പോയപ്പം അവിടെ നമ്മുടെ ഡയറക്ടർ സാറ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ക്യാപ്റ്റൻ സാറെ. അപ്പോൾ സാറ് പറഞ്ഞു എനിക്കൊരു തമിഴ് ലുക്കുള്ള ആളെ വേണം. ഞാൻ അയാളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ തമിഴനല്ല സാർ. അപ്പോൾ പറയല്ല, എനിക്ക് നിങ്ങളെ പോലെ ഒരാളെയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ സാറ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ കഥ പറയാൻ പറഞ്ഞു. ഹീറോൻ്റെ അച്ഛനാണ്. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, ഞാൻ റെഡിയാണ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് അതും വളരെ വലിയൊരു ഗിഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇദ്ദേഹം നന്നായിട്ട് തമിഴ് കൈകാര്യം ചെയ്യുന്ന ഒരു തമിഴ് ലുക്കുള്ള അച്ഛനും മലയാളി ലുക്കുള്ള ഒരു മകനും, അതായിരുന്നു അതിൻ്റെ കൺസെപ്റ്റ്. ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഞാനും ഈ സിനിമയിൽ ഒരു ഭാഗമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വളർത്തച്ഛനായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും കൂടി ഒരു എനിക്ക് ക്രെഡിറ്റ് ഉണ്ട് ഈ കാര്യത്തിൽ. പണി ഒരു മോശം തൊഴിലല്ലാന്ന് കൂടി നമ്മൾ ഇതിനകത്ത് അല്ല, അങ്ങനെ ഒരു സംരംഭം നമ്മുടെ നാട്ടിലില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കുന്നുകൂടിയിട്ട് അതിൻ്റെ ഉള്ളിലായി പോകും. അപ്പോൾ അത്രയും നമ്മൾ ഈ ഒരു സംഭവത്തെ നമ്മൾ വൃത്തികേടായിട്ടാണ് കാണുന്നത്. ഒരു ആക്രി എന്ന് പറയുന്നത് അത്രയും വൃത്തികേടായിട്ടുള്ളൊരു സംഭവം, അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല ആൾ അല്ലേ. അപ്പോൾ ആ സാധനം എടുത്ത് മാറ്റാൻ ഒരു തലമുറ അല്ലെങ്കിൽ ഒരു സമുദായം അല്ലെങ്കിൽ ഒരു സമുദായമല്ല, ഒരു വിഭാഗം നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ത്യ മൊത്തക്കും ഉണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ അത്ര പുച്ഛിച്ച് തള്ളേണ്ട ഒരു കാര്യമല്ല അത്. ആ ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ശുചീകരിച്ചു കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് ഒരാളെ ലൈഫ് പോകുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും അതിൽ വരുന്നുണ്ട്. ഏറ്റവും നന്നായിട്ട് മനോഹരമായ സിനിമയുടെ അകത്തൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ്. നിർമ്മൽ പാലാഴി, സുബ്രഹ്മണ്യൻ, സഞ്ജയ്, ക്യാപ്റ്റൻ വിജയ്, രമേശ് കാപ്പാട്, ഷാഹിൻ ഷാ, ബാബു കൊട്ടിയൂർ, അനൂപ് ചന്ദ്രൻ കൊയിലാണ്ടി, ഷൈനി മുരളി, അക്ഷയ സാജൻ തുടങ്ങി മറ്റ് പ്രമുഖ അഭിനേതാക്കളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അല്ല, ഇനി കുറെ നടക്കാണ്ടോ? ഇവന്റെ കല്യാണം നടക്കണം. നടക്കണം. എന്നാ കുറച്ച് നടക്കണം. എന്നാ നിങ്ങൾ നടക്കുന്നില്ല.